അറിയാമേയും പാർട്ട് 2. ഞെട്ടൽ മാറി അവളും ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും അവന്റെ വണ്ടിയിൽ നിന്നും ഒരു പെൺകുട്ടിയും ഇറങ്ങി. യാഷ്, ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. വലിയ ജാടയോടെ ലെവൽ പറഞ്ഞതും രണ്ടുപേരും ദേഷ്യത്തോടെ അവളെ നോക്കി. ഹലോ, നിന്റെ നെക്കാപ്പിച്ച പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഓ, പിന്നെ നിനക്ക് എന്താടി വേണ്ടത്? പൈസ നൽകിയാൽ എല്ലാമായി എന്നൊരു വിചാരം നിനക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. കൊന്നാലും നീയൊക്കെ പണം വെച്ച് ഒതുക്കുമോ? ഡീ, ഞാൻ സംസാരിക്കുന്നത് നിന്നോടല്ല, ഇവനോടാണ്. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാണ്, ഇല്ലെങ്കിൽ. ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് നിന്ന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനും ദേഷ്യത്തോടെ, ഹോ, എന്താണ് ഭീഷണിയാണോ? നീ എന്താന്ന് വെച്ചാൽ വിചാരിക്ക. അവൾ അതും പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് സ്ലോ മോഷനിൽ നടന്നു വന്ന് അവളുടെ വണ്ടിയിൽ കയറി. ആലിയയും വലിയ പുച്ഛം വാരി വിതറി അവളുടെ പുറകിൽ കയറി. അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി. യാഷ്, അവരുടെ അഹങ്കാരം നീ കണ്ടില്ലേ? എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ല. അതിന് മറുപടി ഒന്നും കൊടുക്കാതെ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി അവൻ വണ്ടിയിൽ കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഉണ്ട് ഏവ. എന്തിന്? അവനോട് 2 പറയാൻ കഴിഞ്ഞല്ലോ. അതില് ഇന്നലെ കണ്ട അവൻ ഇന്ന് കണ്ടിട്ട് എന്നെ അറിയുക പോലുമില്ല. അവന്റെ അഭിനയമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ അവന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടില്ലേ? ഒരു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനം. അത് അവന്റെ കാമുകിയാവും. അവളെ കണ്ടിട്ടാവും ഇന്നലെ നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് പോയത്. എന്നാ അവനെ പെണ്ണ് കാണാൻ വരുവാ എന്നും പറഞ്ഞ് മനുഷ്യനെ വേഷം കെട്ടിച്ച് നിർത്തണമായിരുന്നു. ഇതെല്ലാം ഒരു ദിവസം ഞാൻ പകരം ചോദിക്കുന്നുണ്ട്. വണ്ടിയിൽ പോകുമ്പോൾ അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അല്ല, നിന്റെ കെവിന്റെ ഓഫീസിലേക്കാണ് നമ്മൾ ജോലിക്ക് പോകുന്നതെന്ന് വീട്ടിലറിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം പെട്ടെന്നങ്ങ് നടത്തുമോ? അതില്ല, നിന്റെയും എന്റെയും ഒരുമിച്ച് നടത്താൻ വേണ്ടിയല്ലേ നിന്നെ കൊണ്ട് പെണ്ണെല്ലാം കാണിച്ചേ. എന്തായാലും നിന്റെ കെവിനെ എനിക്കൊന്ന് കാണണം. പെണ്ണ് കാണാൻ വന്നിരുന്നല്ലോ ഇവന്റെ കൂടെ, കാണിച്ചു തരാം ഞാൻ. നീ എന്നെ ഓർത്ത് ബാക്കി വെക്കണം. ഹരിയ അങ്ങനെ സംസാരിച്ച് അവർ കമ്പനിയുടെ മുമ്പിലെത്തിയിരുന്നു. ആഹാ, കമ്പനിയെല്ലാം കൊള്ളാലോ. അകവും അങ്ങനെ ആയാ മതിയായിരുന്നു. രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. അവരെ കാത്തു എന്ന പോലെ അവിടെ കെവിൻ നിൽപ്പുണ്ട്. അവനെ കണ്ടതും ആലിയ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഹലോ ഹലോ, ഇത് ഓഫീസാണ്. അങ്ങനെ ആവട്ടെ എന്നാ. നിങ്ങളെ എനിക്ക് ശരിക്കൊന്ന് കാണണം. ആദ്യം ഞാനൊന്ന് ജോയിൻ ചെയ്യട്ടെ. അവൾ കയ്യും കെട്ടി ഗൗരവത്തിൽ പറഞ്ഞു. ഹോ, എന്റെ പുക കാണാൻ വന്നതാണല്ലേ? ഇന്നലെ ഒരു കോന്തനെ പെണ്ണ് കാണാൻ എന്നും പറഞ്ഞ് വന്നതും പോരെ. എന്നിട്ട് ഹോ, അത് പറയാൻ നിനക്ക് ടൈം ഞാൻ തരാം. അത് നിനക്ക് പറയാനും അതിന്റെ ബാക്കി പറഞ്ഞ് എന്നെ കൊല്ലാനും ഒത്തിരി ടൈമുണ്ട്. ആദ്യം നീ MD അടുത്തേക്ക് പോയിട്ട് വാ. അതെന്താ കൊല്ലാൻ ഒക്കെ ഉണ്ടെന്ന്? ആദ്യം നിങ്ങൾ പോയി ജോയിൻ ചെയ്യ്. അവന്റെ പരുങ്ങൽ കണ്ട് രണ്ടുപേരും ഒന്ന് അവനെ സൂക്ഷിച്ച് നോക്കിയ ശേഷം MD മുറിയിലേക്ക് പോയി. എക്സ്ക്യൂസ് മീ. യെസ്. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. ഫയലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ ഒന്ന് നോക്കിക്കൊണ്ട് MD യാഷേഷ് എന്ന് എഴുതി വെച്ച ബോർഡ് മുമ്പിൽ കണ്ട് ഞെട്ടിക്കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും ഞെട്ടിയിരുന്നു. ആ ഞെട്ടലോടെ ആലിയെ നോക്കുമ്പോൾ അവളും ഞെട്ടലോടെ നോക്കുന്നുണ്ട്. രണ്ടുപേരും കണ്ണുകൊണ്ട് ഇതെന്ത് എന്ന പോലെ പരസ്പരം നോക്കി. പക്ഷേ ഇവരെ കണ്ട് അവന് വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു. ഇവരെ കണ്ടതും കയ്യും കെട്ടി ഗൗരവത്തിൽ അവരെ നോക്കി. എന്ത് പറയണം എന്നില്ലാതെ രണ്ടുപേരും പരസ്പരം നോക്കി. കെവിനെ നന്നായി മനസ്സിലങ്ങ് പ്രാഗി. ഹലോ, ഇവിടെ പരസ്പരം നോക്കി നിൽക്കാൻ വന്നതാണോ? ഈ കോന്തന്റെ കമ്പനിയാണോ ഇത്? അവൾ പതിയെ ആലിയയോട് ചോദിച്ചു. അതെ, ഇതെന്റെ കമ്പനിയാണ്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? വന്ന കാര്യം പറഞ്ഞിട്ട് പോകണം.
രാവിലെ വലിയ ഡയലോഗെല്ലാം ആയിരുന്നല്ലോ, എന്തേ ഇപ്പൊ നാവിറങ്ങിപ്പോയോ? അവന്റെ സംസാരം കേട്ട് എവക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് കെവിൻ കയറി വന്നു. അവനെ കണ്ടതും ആലിയയും എവയും ദേഷ്യത്തോടെ നോക്കി. ഇപ്പോ കടിച്ചു തിന്നു എന്ന നോട്ടമായിരുന്നു അത്. യേശുവെ, നീ ഇവറ്റങ്ങളങ്ങ് ജോയിൻ ചെയ്ത് വിട്ടേ, ഇല്ലെങ്കിൽ എൻ്റെ പൊടി പോലും ബാക്കി വെക്കില്ല. കെവിൻ യേശുവിനോടായി പറഞ്ഞു. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ, അവൻ എവയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് എവ ദേഷ്യത്തോടെ അവനെ നോക്കി. അളിയ, ആലോചിക്കാനൊന്നും നിൽക്കല്ലേ, ഇത് നാഗവല്ലിയാണ്, കെവിൻ പതിയെ യേശുവിനോട് പറഞ്ഞു. യേശു ജോയിൻ ലെറ്റർ സൈൻ ചെയ്ത് അവർക്ക് നേരെ നൽകിയതും ഏവ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് അത് വാങ്ങി. അതിനുശേഷം ഏവ ദേഷ്യത്തിൽ ചാടിത്തുള്ളിക്കൊണ്ട് പുറത്തേക്ക് പോയി. കൂടെ തന്നെ ആലിയയുമുണ്ട്. നിന്റെ കിണവനെ ഞാൻ കൊല്ലും, നോക്കിക്കോ. ഇവനെ നീ കാണരുത് എന്ന് വിചാരിച്ചു, അപ്പം മുതൽ എവിടെ പോയാലും ഇവൻ തന്നെയാണല്ലോ മുമ്പിൽ. അതും പറഞ്ഞ് അവൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോഴാണ് ഇടിച്ചുകൊണ്ട് കെവിൻ വരുന്നത്. അവനെ കണ്ടതും ദേഷ്യത്തിൽ അവന്റെ അടുത്തേക്ക് വരാൻ നിന്നതും കൂടെ തന്നെ യേശുവിനെ കണ്ടതും അവൾ അവിടെ തന്നെ നിന്നു. എന്താണ് ഇവിടെ? എന്തേ ഇവിടെ തന്നെ നോക്കി നിൽക്കണോ? ജോലിയൊന്നും ചെയ്യുന്നില്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അവനെയൊന്ന് നോക്കി പേടിപ്പിച്ചു കൊണ്ട് നിന്ന് പോയി. പിയെ വന്ന് അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും അവരുടെ സീറ്റിലിരുന്നു. ഈ അഹങ്കാരിയുടെ കമ്പനിയിലേക്കാണ് ഞാൻ വരുന്നേന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയാതിരുന്നേ. ആദ്യം നീ മിണ്ടരുത്. അവളോടൊരു കെവിൻ ചേട്ടൻ എന്തൊക്കെയായിരുന്നു? നീ ഇപ്പോൾ കിട്ടുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാനും എൻ്റെ കെവിൻ ചേട്ടനും അവിടെയും ഇവിടെയുമായി നിൽക്കേണ്ടേ? അപ്പോൾ ഇതുവരെ കെവിൻ ചേട്ടൻ്റെ കമ്പനിയിൽ പോകാം. എന്തൊക്കെയായിരുന്നു? നിന്നെ തല്ലണം ആദ്യം. അതും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് സാർ ചെയ്യാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു ഫയൽ പിയെ അവളുടെ ടേബിൾ കൊണ്ടുവന്ന് വെച്ചു. ഓ, പണി വന്നല്ലോ. അതും പറഞ്ഞ് ഒരു ദീർഘശ്വാസം എടുത്ത് എന്നിട്ട് അതെല്ലാം നോക്കാൻ തുടങ്ങി. അതെല്ലാം യേശുവും കെവിനും കൂടെ ഓഫീസ് മുറിയിൽ നിന്നും കാണുന്നുമുണ്ട്. ഞാൻ ഇന്നലെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ നല്ല ദേഷ്യം മുഖത്ത് കാണുന്നുണ്ടല്ലോ യേശു. പിന്നെ കാണാതെ പിന്നെ നല്ല രീതിയിലൊന്ന് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലെന്നും അത് മുഖത്ത് നോക്കി പറഞ്ഞു എന്നും പറഞ്ഞ് ഇന്നലെ മുഴുവൻ അവിടെ ബഹളമായിരുന്നു അവൾ. ആ കാന്താരിയെ ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. യേശു അവളെ തന്നെ നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതു. നടക്കും. നിന്നെ ശത്രുവാക്കി വെച്ചിരിക്കുക. ഇനി എല്ലാം നടക്കും. നിനക്ക് എന്തായിരുന്നു പ്രശ്നം? ഇഷ്ടമല്ലെന്ന് നീ പറയുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. അത് ശരി, അവളെ കണ്ടപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞേക്ക്. എന്നോടൊന്ന് ചോദിക്ക പോലും ചെയ്യാതെ നീയും അമ്മയും കൂടെ പെണ്ണ് കാണാനെന്നും പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചോ ഞാൻ? യേശു ഓ, അതൊക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പോൾ എന്തിനാ ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്? കെവിൻ അങ്ങനെ കല്യാണ ശേഷമല്ല, അതിനു മുമ്പ് ഇഷ്ടപ്പെട്ട് എല്ലാം മനസ്സിലാക്കി വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. ഓ അങ്ങനെ. ഇതൊന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? കെവിൻ ഞാൻ വിചാരിച്ചോ നീ ഇങ്ങനെ പണി തരുമെന്ന്. എന്തായാലും ഞാൻ ഇറങ്ങുക. അങ്കിൾ വിളിച്ചിരുന്നു അങ്കിളിൻ്റെ കമ്പനിയിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന്. കെവിൻ ഓ ഓക്കേടാ. യേശു എവാ, സാർ വിളിക്കുന്നുണ്ട്. പിയെ ഓ, ഇനിയും ആ തിരുമുഖമൊന്ന് കാണണമല്ലോ, കണ്ടിട്ട് വരാം ഞാൻ. എവാ അവൾ ആലിയയോട് പറഞ്ഞുകൊണ്ട് ഫയൽ എടുത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. എക്സ്ക്യൂസ് മീ. യെസ്. അവൾ അവിടേക്ക് വരുന്നത് കണ്ടതും അവൻ ലാപ്പ് ഓണാക്കി അതിലേക്ക് എന്തൊക്കെയോ നോക്കിയിരിക്കുന്ന പോലെ ഇരുന്നു. ഓ, എന്തൊരഭിനയം! ഓ, വന്നതുപോലും കാണാത്ത പോലെയാ അതിലേക്ക് നോക്കിയിരിക്കുന്നത്. ഇയാളുടെ ഷോ കാണാനല്ലേ ഞാൻ വന്നേ എന്നും മനസ്സിൽ പറഞ്ഞു പുച്ഛിച്ചു. ഫയലെല്ലാം നോക്കിയോ? യേശു അവൻ ഗൗരവത്തിൽ ചോദിച്ചു. നോക്കി. അവൾ എങ്ങോ നോക്കി പറഞ്ഞു. എന്നിട്ട് എവിടെ നോക്കട്ടെ? അവൻ ഗൗരവം കുറയാതെ തന്നെ ചോദിച്ചു. അവളും പുച്ഛം വിടില്ല എന്ന മട്ടിൽ ഫയൽ നീട്ടി. അവനത് മുഴുവൻ നോക്കിക്കൊണ്ട് ഹെവ, എങ്ങനെയാണോ ഒരു ഫയൽ നോക്കുക? ഒരു ഫയൽ നോക്കാനും നിനക്കറിയില്ലേ? കെവിൻ പറഞ്ഞപ്പോ നിന്നെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന് വിചാരിച്ച് എന്തും ആവാം എന്നാണോ? അവൻ ദേഷ്യത്തിൽ അവളോട് ചോദിക്കുന്നത് കേട്ട് അവൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഓഹോ, എന്നോടുള്ള ദേഷ്യം തീർക്കുവാണല്ലേ
ആത്മ, ഈ ഫയൽ ശരിക്കും വായിച്ച് പഠിച്ചിട്ട് വാ. യേശു അതും പറഞ്ഞ് ദേഷ്യത്തിൽ ഫയൽ അവളുടെ മുമ്പിലേക്കിട്ടതും, വാട്ട്, വായിച്ചു പഠിക്കേ? അവൾ ഞെട്ടി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആ, നിനക്കെന്താ പറഞ്ഞ് മനസ്സിലാവില്ലേ? ദേഷ്യം നല്ലോണം കേറുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്നു ഫയലും എടുത്ത് ദേഷ്യത്തിൽ അവനെ നോക്കിയൊന്ന് ഡോർ ശബ്ദത്തിൽ വലിച്ചടിച്ചു കൊണ്ടുപോയി. ശബ്ദം കേട്ട് എല്ലാ സ്റ്റാഫുകളും അവളെ നോക്കുന്നുണ്ടായിരുന്നു. തുടരും.